നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. സെപ്റ്റംബർ 12, 1979 ഒരു കുടുംബത്തിൻ്റെ വിധി മാറ്റിയെഴുതിയ ദിവസമായിരുന്നു അന്ന്. കേവലം 50-ൽ താഴെ വയസ്സ് പ്രായമുള്ള തൻ്റെ ഭർത്താവിൻ്റെ അപ്രതീക്ഷിത മരണം ഹേമലത എന്ന യുവതിക്ക് ആഘാതമായിരുന്നു. 40കളുടെ മധ്യത്തിലെത്തിയ ഹേമലതയ്ക്ക് 6 മക്കളുണ്ട്. മുന്നോട്ട് പോകുന്നത് എങ്ങനെയെന്ന് അവർക്ക് ധാരണകളില്ലായിരുന്നു. ജീവിതം എന്നത് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതല്ല, മറിച്ച് സംഭവിച്ചതിനെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതാണെന്ന തിരിച്ചറിവുണ്ടായിരുന്നു അവർക്ക്. പിറ്റേ ദിവസം മക്കളെ അടുത്തേക്ക് വിളിച്ചു. അതിൽ മൂത്തയാൾക്ക് 24 വയസ്സ്, ഏറ്റവും ഇളയയാൾക്ക് 12 വയസ്സ്. അവരോട് ആ അമ്മ പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾക്ക് അമ്മയും അച്ഛനും ഞാനാണ്. ഏറ്റവും ഇളയവനായ കുമരവേൽ എന്ന 12 വയസ്സുകാരന് അമ്മ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, കുടുംബത്തിന് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. അമ്മയ്ക്ക് വാവിട്ട് കരയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. നിസ്സഹായയായിരിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ സഹതാപം കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അവർ ജീവിതത്തെ നേരിടാൻ തീരുമാനിച്ച ഒരു സ്ത്രീയായിരുന്നു. ധൈര്യം അതൊരു നിലപാട് മാത്രമല്ല, ചിലത് ചെയ്തു കാണിക്കാനുള്ള ക്വാളിറ്റിയാണെന്ന് ഹേമലത തെളിയിച്ചു. അടുത്ത 35 വർഷം ധൈര്യപൂർവ്വം അവർ ജീവിതത്തെ നേരിട്ടു. 6 മക്കൾക്കും അമ്മയും അച്ഛനുമായി 6 പേർക്കും വിദ്യാഭ്യാസം നൽകി വളർത്തി. ഭർത്താവ് മരണപ്പെടുമ്പോൾ 2.5 ലക്ഷം രൂപയുടെ കടം കുടുംബത്തിനുണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ 25 കോടിയോളം മൂല്യം ആ 2.5 ലക്ഷത്തിനുണ്ടായിരിക്കണം. അതിൽ അവരുടെ ഭർത്താവ് സുഹൃത്തിൽ നിന്നും വാങ്ങിയ 25,000 രൂപയുടെ ലോണുമുണ്ടായിരുന്നു. രേഖകളില്ലാത്ത ഒരു കൈവായ്പ. ഹേമലതയുടെ അച്ഛൻ വക്കീലായിരുന്നു. കടം കിട്ടാനുള്ള ആ സുഹൃത്ത് ഹേമലതയുടെ അച്ഛനെ സമീപിച്ച് കാശ് തിരികെ ചോദിച്ചു. പിതാവ് അവരോട് പറഞ്ഞു, 25,000 ചോദിച്ച് അയാൾ വരുന്നുണ്ട്. നിനക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെ തിരിച്ചു കൊടുക്കാനാകും? അതും രേഖകളൊന്നുമില്ലാതെ വാങ്ങിയ പണമല്ലേ. നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. കാരണം തെളിവില്ലല്ലോ. തെല്ലും സംശയിക്കാതെ ഹേമലത മക്കളുടെ മുന്നിൽ വെച്ച് തൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ആ കള്ളം പറയില്ല. എൻ്റെ ഭർത്താവ് പണം വാങ്ങിയത് കുടുംബത്തിന് വേണ്ടിയാണ്. ആ ബാധ്യത എൻ്റേതു കൂടിയാണ്. ഞാൻ ആ പണം തിരികെ കൊടുക്കും. എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ ദായി നിൽക്കുന്ന എൻ്റെ മക്കൾ അതിന് ബാധ്യസ്ഥരാണ്. അവർക്കൊരു വരുമാനം വന്നു തുടങ്ങുമ്പോൾ ആദ്യം ആ പണം തിരിച്ചടച്ചിരിക്കും. അതായിരുന്നു ആ സ്ത്രീ. ആ 6 മക്കൾക്ക് ഇതിലും വലിയ ജീവിതമൂല്യം എവിടെ നിന്ന് കിട്ടാൻ? സത്യസന്ധതയുടെ മഹത്വം ഇതിൽ കൂടുതൽ എവിടെ നിന്ന് പകർത്താൻ? ചുറ്റുപാടുകൾ എത്ര മോശമായാലും, പ്രതീക്ഷിക്കാൻ തന്നെ ഒന്നുമില്ലെങ്കിലും സത്യസന്ധമായിരിക്കുക എന്ന വലിയ പാഠം ആ 6 കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുകയായിരുന്നു. 9ാം ക്ലാസ് വരെ മാത്രം പഠിച്ച, തമിഴ് ഭാഷ വലിയ വശമില്ലാത്ത, തമിഴ്നാട്ടിലേക്ക് മരുമകളായി വന്ന ആ ആന്ധ്ര യുവതി കൃഷിപ്പണി ചെയ്തും ബേക്കറി നടത്തിയും ചെറിയൊരു ഫാക്ടറി തുടങ്ങിയും ആ 6 കുട്ടികളെയും പഠിപ്പിച്ചു. അവർ വളർന്നു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഹേമലതയുടെ ഇളയ മകൻ കുമരവേൽ വിവാഹം ചെയ്തത് വീണ എന്ന യുവതിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെയായി കുറേ നാൾ കഴിയവേ വീട്ടിനുള്ളിൽ ഒതുങ്ങിപ്പോകാൻ വീണയ്ക്ക് മനസ്സ് വന്നില്ല. വീണ കുമരവേലിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങണം. ഒരു ജോലിക്ക് ശ്രമിച്ചാൽ പോരെ എന്ന അഭിപ്രായം വന്നു. പോരാ, സംരംഭകയാകണം. വീണ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ എന്ത് തുടങ്ങണമെന്ന് വലിയ ഉറപ്പില്ല. അത് മനസ്സിൽ കിടന്ന് ശല്യമുണ്ടാക്കി തുടങ്ങി. അസ്വസ്ഥത പലപ്പോഴും അവസരങ്ങളാണ് തുറക്കാറ്. അത് 2000 ആണ്ടായിരുന്നു. ചുറ്റും അവസരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ക്വാളിറ്റിയുള്ള സലൂണുകൾ അഫോർഡബിളായ റേറ്റിൽ ചെന്നൈയിൽ കിട്ടാനില്ല. അന്ന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ സാദാ ബാർബർ ഷോപ്പ്, അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകളോട് ചേർന്നുള്ള പണം ചിലവാകുന്ന സലൂൺ. കുറച്ച് കാശ് മാത്രം ചിലവാകുന്ന ക്വാളിറ്റിയുള്ള സലൂൺ ഒരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് വീണ തിരിച്ചറിഞ്ഞു. പക്ഷേ പാവപ്പെട്ടവരും ബിലോ മിഡിൽ ക്ലാസ്സിലുമുള്ള ഇടങ്ങളിൽ എങ്ങനെ പ്രീമിയം സലൂൺ വിജയിക്കും? അവിടെ കുമരവേലിൻ്റെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വർക്ക് ചെയ്തു. ഉദാരവൽക്കരണത്തിന് ശേഷമുള്ള ഇന്ത്യ പുതിയ തലത്തിലേക്ക് വളരുകയാണ്. സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു വലിയ മധ്യവർഗം പ്രീമിയമായി വളരുകയാണ്, പ്രത്യേകിച്ച് ചെന്നൈ പോലുള്ള ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിൽ. അവിടെ ക്വാളിറ്റിയുള്ള സലൂണുകൾക്കാണ് ഇനി സ്കോപ്പ്. ഓക്കെ, സംരംഭത്തിന് ആശയമായി. ഇനി സ്കില്ലുള്ള ഒരാൾ ആളുകളെ ഗ്രൂം ചെയ്യാനും സ്കിന്നും ഹെയറും ഒക്കെ ട്രീറ്റ് ചെയ്യാനും വേണം. സൺ ടി വിയിൽ ഗ്രൂമിംഗ് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റിനെ പോയി കണ്ടു. അവർ കുമരവേലിനും വീണയ്ക്കും ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിലാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നത്.
അതുകൊണ്ട് ഗ്രൂമിങ്ങിലും ഹെയർ ആൻഡ് മേക്കപ്പ് സ്റ്റൈലിങ്ങിലും എൻ്റെ 3 മാസത്തെ കോഴ്സിന് ചേരും. അപ്പോൾ ഈ ഇൻഡസ്ട്രി എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാം. കുമരവേലും വീണയും തിരികെ വീട്ടിലേക്ക് പോന്നു. അന്ന് രാത്രി അവർ വിശദമായി സംസാരിച്ചു. ഹെയർ സ്റ്റൈലിങ്ങോ സ്കിൻ കെയറോ മേക്കപ്പോ നമുക്കറിയില്ല, നമുക്ക് ആ സ്കില്ലില്ല. പക്ഷേ ഒരു കാര്യം അന്ന് തീരുമാനിച്ചു, നമ്മൾ ആ സ്കിൽ പഠിക്കാൻ പോകുന്നില്ല. തുടങ്ങാൻ പോകുന്ന സംരംഭത്തിലെ സ്കില്ല് പഠിക്കാൻ പോയാൽ ആ സ്കില്ലിനപ്പുറത്തേക്ക് സംരംഭത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ സ്കില്ല് പഠിക്കുകയല്ല ലക്ഷ്യം, സംരംഭം തുടങ്ങുകയാണ്. സ്കില്ലുള്ളവരെ റിക്രൂട്ട് ചെയ്യാം, നാളെ അവരെക്കാൾ സ്കില്ലുള്ളവരെ കൊണ്ടുവരാം. സംരംഭം തുടങ്ങാൻ വേണ്ടത് ആ രംഗത്തെ സ്കില്ലല്ല, പകരം ബിസിനസ് മാനേജ്മെൻറ്റ് സ്കില്ലാണ്. സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു സ്കില്ല് സംരംഭം നടത്തലാണ്. ഏതൊരു സംരംഭകനും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പാഠം അന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ബ്യൂട്ടീഷ്യൻ അല്ലാത്ത, ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ ABCD അറിയാത്ത, സ്കിൻ കെയറിനെ കുറിച്ച് പഠിക്കാത്ത, ഗ്രൂമിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു ചുക്കും അറിയാത്ത വീണ കുമരവേൽ ആ മേഖലയിൽ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ. പക്ഷേ കുമരവേലിൻ്റെ അമ്മ പറഞ്ഞു, സലൂൺ തുടങ്ങാനോ? കഷ്ടപ്പെട്ട് ഇത്രയും പഠിപ്പിച്ചത് സലൂൺ തുടങ്ങാനല്ല. ബന്ധുക്കൾ ചോദിക്കുമ്പോൾ എന്ത് പറയും, നീ സലൂൺ നടത്തുകയാണെന്നോ? നടക്കില്ല, അമ്മ എതിർ പറയിച്ചു. മാത്രമല്ല, നേരത്തെ മറ്റു ചില സംരംഭങ്ങൾ പരീക്ഷിച്ച കുമരവേലിന് കുറച്ച് കടമുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ 5 കോടിയോളം രൂപ. ബിസിനസ്സുകാരനായ സഹോദരൻ കുമരവേലിൻ്റെ കടം വീട്ടാമെന്ന് സമ്മതിച്ചു. ഒറ്റ കണ്ടീഷൻ, ഇനി മേലാൽ കുമരവേൽ സംരംഭം ചെയ്യരുത്. ഇമോഷണൽ പേഴ്സണായ കുമരവേലിന് സംരംഭം വഴങ്ങില്ല. അതായിരുന്നു സഹോദരൻ്റെ നിലപാട്. അമ്മയുടെ എതിർപ്പും സഹോദരൻ്റെ ഓഫറും കുമരവേലിനെ ചുറ്റിവരിഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ 2 വഴികളുണ്ട്. സഹോദരൻ്റെ കനിവിൽ കടം വീട്ടി സംരംഭകത്വം എന്നേക്കുമായി ഉപേക്ഷിച്ച് കംഫർട്ടബിളായി ജീവിക്കാം. 2, ആ ഓഫർ നിരസിച്ച് മനസാക്ഷി പറയുന്നത് കേട്ട് വീണ്ടും സംരംഭകത്വത്തിൻ്റെ സാഗരത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുള്ള ജീവിതം നയിക്കാം. രണ്ടാമത്തേത് റിസ്ക്കാണ്. ഒരിക്കൽ കൂടി പരാജയപ്പെട്ടാൽ ജീവിതം അവിടെ കഴിയും. വീണയും കുമരവേലും റിസ്ക്കുള്ള ആ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. 2000 ആണ്ടിൽ വീണ കുമരവേൽ ചെന്നൈയിൽ ആദ്യ സലൂൺ തുടങ്ങി, നാച്ചുറൽ സലൂൺ. സാധാരണ വരുമാനമുള്ള ഒരാൾക്ക് പോലും അഫോർഡബിളായ ആദ്യ പ്രീമിയം സലൂൺ. സംരംഭം ഉപേക്ഷിക്കുമെങ്കിൽ നിന്റെ കടം വീട്ടാമെന്ന് പറഞ്ഞ അതേ സഹോദരൻ്റെ കയ്യിൽ നിന്ന് കുമരവേൽ വാങ്ങിയ മൂലധനവുമായി തുടങ്ങിയ ബിസിനസ്. സലൂൺ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒന്നും അറിയാത്ത വീണ തുടങ്ങിയ നാച്ചുറൽ സലൂൺ എന്ന സംരംഭം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സലൂൺ ചെയിനായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലാകെ 1000-നടുത്ത് ഫ്രാഞ്ചൈസികൾ. ഇന്ത്യയിലെ സലൂൺ ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചിരുന്ന വമ്പൻ വിദേശ ബ്രാൻഡുകളുടെ കുത്തകയെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഈ വനിതാ സംരംഭം തകർത്തു കളഞ്ഞു. ചെന്നൈയിലെ KNK റോഡിൽ തുടങ്ങിയ നാച്ചുറൽസ് ഇന്ന് ലണ്ടനിലും സിംഗപ്പൂരിലും ഗൾഫിലുമായി വളർന്നു പന്തലിച്ചു. 25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ലോകമാകെ വളരുന്ന സലൂൺ ബ്രാൻഡായി നാച്ചുറൽസ് പന്തലിച്ചിരിക്കുന്നു. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. സലൂൺ ബിസിനസ് തുടങ്ങുന്നത് കുമരവേലിൻ്റെ മാതാവ് ഹേമലത ആദ്യം വിലക്കിയെന്ന് പറഞ്ഞില്ലേ? അതേ മാതാവ് 2015 കുമരവേലിനോട് ചോദിച്ചു, എനിക്ക് നാച്ചുറൽസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണം, എന്താണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെന്നൈക്കടുത്തുള്ള കടലൂരിൽ കുമരവേലിൻ്റെ 70 കഴിഞ്ഞ മാതാവും നാച്ചുറൽ സലൂൺ തുടങ്ങി. അതാണ് മാസ് സംരംഭം എന്ന കലയുടെ അസാധ്യമായ കഴിവ്. KNK റോഡിൽ ആദ്യം നാച്ചുറൽസ് തുടങ്ങുമ്പോൾ അവിടെ 7-8 സലൂണുകൾ ഉണ്ടായിരുന്നു. പലരും വീണയോട് ചോദിച്ചു, ഇത്രയും സലൂണുകൾക്കിടയിൽ തുടങ്ങിയാൽ വിജയിക്കുമോ? അവർ പറഞ്ഞ മറുപടി, ഇവിടെ ഇത്രയും സലൂണുകൾക്കിടയിൽ വിജയിക്കാനായാൽ ഞാൻ എവിടെയും വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ 2000 മുതൽ 2025 വരെയുള്ള വീണയുടെയും കുമരവേലിൻ്റെയും സംരംഭക യാത്ര എളുപ്പമായിരുന്നില്ല. സലൂൺ ഇൻഡസ്ട്രിയുടെ അതുവരെയുള്ള ധാരണകളെ തിരുത്തിക്കളയുന്നതായിരുന്നു തുടക്കം തന്നെ. ഏറ്റവും പ്രീമിയമായ സ്ഥലത്ത് പ്രീമിയമായ ഇൻറ്റീരിയറോടെ വിശാലമായ സലൂണാണ് തുടങ്ങിയത്. 60,000 രൂപ മാസം വേണമെന്ന കണക്കുകൂട്ടൽ മാത്രം. പക്ഷെ പ്രതീക്ഷ തെറ്റി. ആദ്യ വർഷം 10 ലക്ഷം നഷ്ടം, അടുത്ത വർഷവും നഷ്ടം. ആളുകൾ വീണയെയും കുമരവേലിനെയും പഴിച്ചു തുടങ്ങി. ഓൾറെഡി കടവും പ്രോബ്ലവും ഉള്ളയാൾ നടത്തിയ എടുത്തുചാട്ടമായി ആളുകൾ ഈ സംരംഭത്തെ വ്യാഖ്യാനിച്ചു. സുഹൃത്തുക്കളും ബന്ധുക്കളും ഭയന്നു. ഇനി കടവും ചോദിച്ച് ഇവരുടെ അടുത്തേക്ക് വരുമോ? പലരും മുഖം കൊടുക്കാതെയായി. പക്ഷേ യുദ്ധം ചെയ്യാൻ പഠിക്കേണ്ടത് യുദ്ധഭൂമിയിൽ നിന്നാണെന്ന് കുമരവേലിന് അറിയാമായിരുന്നു. സലൂൺ സംരംഭത്തിൻ്റെ സാധ്യത മനസ്സിലാക്കിയാണ് ഇറങ്ങിയത്. ഇനി തിരിച്ചു പോക്കില്ല. അത് വെറുതെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞില്ലേ, ചുറ്റുമുള്ള മാറ്റത്തെ മനസ്സിലാക്കാനും സമൂഹത്തിൻ്റെ പുതിയ ആവശ്യങ്ങൾ എങ്ങനെ തൻ്റെ സംരംഭത്തിന് ഇന്ധനമാക്കാമെന്നും
ആഴത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് കുമരവേൽ. രാജ്യത്ത് മാറ്റം പ്രകടമാണ്. കൂടുതൽ സ്ത്രീകൾ ജോലിക്കാരായി മാറുന്നു. അവർ വീട്ടിലിരിക്കുകയല്ല, വർക്ക് ഫോഴ്സായി മാറുന്നു. സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ രൂപവും ആകാരവും ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കയ്യിൽ വരുമാനം വന്നു തുടങ്ങുന്ന വനിതകൾക്ക് അഫോർഡബിളായ പ്രീമിയം സലൂൺ വേണ്ടിവരും. അത് സ്ത്രീയെ സംബന്ധിച്ച് ആഡംബരമല്ല, ആത്മധൈര്യമാണ്. IT ഇൻഡസ്ട്രിയും കോർപ്പറേറ്റ് ഓഫീസുകളും വളരുന്ന ചെന്നൈയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പോകാൻ കഴിയുന്ന യൂണിസെക്സ് പ്രീമിയം സലൂൺ ഒന്നല്ല, ഒരുപാട് വേണമായിരുന്നു. എഡ്യൂക്കേറ്റഡായ ഇന്ത്യൻ യുവതയ്ക്ക് വരുമാനം വന്നു തുടങ്ങിയപ്പോൾ അവർ അത് ചെലവഴിച്ചത് ഈ മാർക്കറ്റിലേക്കാണ്. നാച്ചുറൽസ് ആദ്യ സലൂൺ തുടങ്ങുമ്പോൾ മൾട്ടിനാഷണൽ കോൺഗ്ലമറേറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ലാക്മേക്ക് 130 സലൂണുകൾ രാജ്യമാകമാനമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുമരവേലും വീണയും ആ ബ്രാൻഡിനെ കണ്ട് അത്ഭുതം കൂറി. ഇന്ന് നാച്ചുറൽസിൻ്റെ ഫ്രാഞ്ചൈസികളുടെ പകുതി മാത്രമാണ് ലാക്മേ എന്ന ബ്രാൻഡ്. 10 നിന്ന് 100ലേക്കും 200ലേക്കും പിന്നെ 1000-നടുത്തേക്കും നാച്ചുറൽസ് ഫ്രാഞ്ചൈസികളിലായി വളർന്നത് കുമരവേലിൻ്റെ ബുദ്ധിയും ബിസിനസ് എക്യുമനും കൊണ്ടാണ്. തൻ്റെ ഭാര്യ വീണ സംരംഭകയാകാൻ ആഗ്രഹിച്ച പോലെ രാജ്യമാകെ ആയിരക്കണക്കിന് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാനും വരുമാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്നുവെന്ന് കുമരവേലിന് അറിയാമായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ സംരംഭക മോഹത്തെ ചൂടുപിടിപ്പിച്ചു നാച്ചുറൽസ്. അതിന് ഒരു ഉദാഹരണം പറയാം. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരു ഒറീസക്കാരി പെൺകുട്ടി നാച്ചുറൽസിൽ ഗ്രൂമിങ്ങിനായി വരിക പതിവായിരുന്നു. ഒരിക്കൽ അവൾ പറഞ്ഞു, എനിക്ക് ഭുവനേശ്വറിൽ ഒരു സലൂൺ തുടങ്ങണം. അവൾക്ക് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പഠിക്കൂ, അതൊക്കെ പിന്നെ ആലോചിക്കാമെന്ന് കുമരവേൽ പറഞ്ഞു. പക്ഷേ അവൾ പിന്തിരിഞ്ഞില്ല. ഒരു ആർക്കിടെക്റ്റിനെ ബിസിനസ് പാർട്ണറായി കൂട്ടി കുമരവേലിനെ കൺവിൻസ് ചെയ്തു. അങ്ങനെ നാച്ചുറൽസിൻ്റെ സലൂൺ അവൾ ഭുവനേശ്വറിൽ തുടങ്ങി. ഇന്ന് ഭുവനേശ്വറിൽ മാത്രം 17 നാച്ചുറൽ സലൂൺ ഫ്രാഞ്ചൈസികൾ അവൾ നടത്തുന്നു. 100-ലധികം ആളുകൾക്ക് തൊഴിൽദാതാവായി. ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ ജീവിതം മാറി. ഇന്ന് മെഴ്സിഡസ് ബെൻസാണ് അവളുടെ വാഹനം. അതാണ് സംരംഭകത്വത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും. നാച്ചുറൽ സലൂൺ ചെയിൻ്റെ ഭൂരിപക്ഷം ഫ്രാഞ്ചൈസി ഉടമകളും വനിതകളാണ്. കേരളത്തിലും 70-ലധികം ഫ്രാഞ്ചൈസികൾ നാച്ചുറൽസിനുണ്ട്. ഭൂരിപക്ഷവും വനിതകൾ നടത്തുന്നത്. ഓരോ ദിവസവും പുതിയ ഫ്രാഞ്ചൈസികൾ നാച്ചുറൽസിൻ്റെ ചെയിനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. കാരണം വീട്ടിലിരിക്കാനല്ല, സ്വന്തം കാലിൽ നിൽക്കാനും വരുമാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവർക്ക് വിജയിപ്പിക്കാവുന്ന സംരംഭക മേഖലയാണ് സലൂൺ ഇൻഡസ്ട്രി. സലൂൺ മേഖല ഇന്ന് കേരളത്തിൽ മാത്രം 5000 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. 2033-ൽ 9000 കോടിക്ക് മുകളിൽ കേരളത്തിൽ മാത്രം സലൂൺ ആൻഡ് ഗ്രൂമിംഗ് ഇൻഡസ്ട്രി മാറുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ മേഖല ഇങ്ങനെ വളരുമെന്ന് 25 വർഷം മുമ്പ് കാണാനായി എന്നതാണ് കുമരവേലിൻ്റെ സംരംഭക ബുദ്ധി. വേണമെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് കോൺഗ്ലമറേറ്റിന് വൻതുക പറഞ്ഞ് നാച്ചുറൽസിനെ വിൽക്കാമായിരുന്നു. പക്ഷെ കുമരവേലും വീണയും കണ്ടത് കൂടെ നിൽക്കുന്ന ഫ്രാഞ്ചൈസി ഉടമകളായ സംരംഭകരെയാണ്, 10,000-കണക്കിന് സ്റ്റൈലിസ്റ്റുകളെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ലക്ഷ്യം മുന്നിലുണ്ട് ഈ സംരംഭക ദമ്പതികൾക്ക്. 2 വർഷത്തിനുള്ളിൽ IPOയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നാച്ചുറൽസ്. കൂടെ നിൽക്കുന്നവർക്ക് മൂല്യം ഉയരണം. നാച്ചുറൽസിൻ്റെ ഓരോ ഫ്രാഞ്ചൈസിയിലുമുള്ള സ്റ്റൈലിസ്റ്റുകൾക്ക് നാച്ചുറൽസിൻ്റെ ഷെയർ നൽകണം. അതാണ് കുമരവേലിൻ്റെ ആഗ്രഹം. NR നാരായണമൂർത്തി തൻ്റെ കൂടെയുണ്ടായിരുന്ന IT എംപ്ലോയീസിന് ഇൻഫോസിസിൻ്റെ ഷെയർ നൽകിയതുപോലെ ബ്യൂട്ടി എംപ്ലോയീസിന് ഷെയർ നൽകണം. നാളെ അവർക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഓഹരിയായി അത് മാറണം. അവരുടെ കുടുംബത്തിന് പ്രകാശവും സന്തോഷവും ഉണ്ടാകണം. നാച്ചുറൽസിൻ്റെ 16,000-ഓളം വരുന്ന സ്മൈൽ പ്രൊവൈഡേഴ്സിനായി കുമരവേലും വീണയും കാത്തുവയ്ക്കുന്ന സർപ്രൈസാണത്. നാളെ ലോകത്തെ നമ്പർ 1 സലൂണായി നാച്ചുറൽസ് മാറുമ്പോൾ ഇന്ന് ഈ സലൂണിനൊപ്പമുള്ള ഓരോ സ്മൈൽ പ്രൊവൈഡേഴ്സിനും അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിക്കാനാകണം. മാർച്ച് 8 വനിതാ ദിനമാണ്. മാർച്ച് വനിതാ മാസമാണ്. കുമരവേൽ എന്ന സംരംഭകൻ്റെ മാതാവും ഭാര്യയും സ്വയം ഉയരാൻ കുതിക്കുന്ന വനിതകൾക്ക് പ്രചോദനമാണ്. വാക്കുകൊണ്ട് മാത്രമല്ല, അവസരങ്ങൾ ഒരുക്കി നൽകിക്കൊണ്ടും. സംരംഭകത്വം എന്നത് ടാറ്റ, ബിർള, റിലയൻസ് തുടങ്ങിയ സർനെയിമുകളല്ല. സംരംഭകത്വം എന്നത് മുന്നിലുള്ള വെല്ലുവിളിയിൽ ഒരു അവസരം കണ്ടെത്താനുള്ള കഴിവാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സലൂൺ ചെയിനായി മാറിയ നാച്ചുറൽസ് ഇന്ന് ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലേക്ക് കടന്നിരിക്കുന്നു. സൺസ്ക്രീൻ, ലിപ് ഗ്ലോ, നെയിൽ പോളിഷ് തുടങ്ങി ക്വാളിറ്റിയുള്ള അഫോർഡബിളായ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണ് കേരളം ഉൾപ്പെടെയുള്ള മാർക്കറ്റിൽ ഇറക്കുന്നത്. സൂപ്പർ പ്രീമിയം സലൂണായ നാച്ചുറൽ സിഗ്നേച്ചർ, നാച്ചുറൽസ് ബ്യൂട്ടി അക്കാദമി, നെയിൽ ആൻഡ് ബിയോണ്ട് തുടങ്ങി കൂടുതൽ മേഖലകളിലേക്ക് നാച്ചുറൽ സലൂൺ വളർന്നു. ബ്രൈഡൽ സർവീസുകളും നാച്ചുറൽസ് അവരുടെ സലൂണുകളിൽ ചെയ്യുന്നു. ഇനി വാലറ്റം പറയട്ടെ.
പുലിയുടെ മടയിലെ പുലിക്കുട്ടി പിറക്കൂ. 1970-കളിൽ ഫാർമ രംഗത്ത് ബിസിനസ് ചെയ്തിരുന്ന കടലൂർ കൃഷ്ണൻ എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സാഷയിൽ ഷാമ്പു ഉണ്ടാക്കി വിറ്റ ഇന്നവേറ്ററായ സംരംഭകൻ. വെൽവെറ്റ് ചിക്ക് ഷാമ്പുകൾ നമുക്കെല്ലാം പരിചയമുള്ളവയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ച സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ സ്വാധീനിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ 50 പേരുടെ പട്ടികയിൽ സാഷയിൽ പ്രൊഡക്റ്റ് വിൽക്കാമെന്ന് കണ്ടുപിടിച്ച ഈ കടലൂർ കൃഷ്ണൻ ഇടം പിടിച്ചിരുന്നു. ആ കടലൂർ കൃഷ്ണന്റെ മകനാണ് നാച്ചുറൽസിന്റെ കോഫൗണ്ടറായ കുമരവേൽ, CK കുമരവേൽ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് channelion.com.